ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് സ്റ്റിക്കർ പ്ലസ് ഹോം മെയ്ഡ് ബട്ടറാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കത്തിരി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ചിത്രങ്ങൾ കാണുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചിത്രമാണ് എടുത്തത്. ഇതെന്ന് പറയുന്നത് ആലീസിൻ്റെ ഒരു ചിത്രമാണ്, ആലീസിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്സിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നിലോ രണ്ടിലോ അങ്ങനത്തെ എന്തോ ആണ്, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഞാൻ ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഫുള്ളും കട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ ആലീസിൻ്റെ ആ ഒരു ഇങ്ങനെ ഇറങ്ങി വരുന്ന അവിടെ ഭാഗം മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാഗസീനിലും അതിലൊക്കെ ഇങ്ങനത്തതുണ്ട്. അതിനുശേഷം ഞാൻ അപ്പുറത്തൊരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബട്ടർഫ്ലൈ ആണ് ഞാൻ അടുത്ത് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഒരു റാബിറ്റ് ഉണ്ടായിരുന്നു, ആ റാബിറ്റിനെയും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ആ റാബിറ്റിൻ്റെ ആ ഒരു എല്ലാ ഭാഗവും ഞാനിങ്ങനെ നന്നായിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കണ്ടോ, ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ കമൻറ്റ് ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണേ നിങ്ങളെല്ലാവരും. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോൾ നമുക്കിനി ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ആ റാബിറ്റിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ബട്ടർ പേപ്പർ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷം നമ്മൾ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവരൊക്കെ റിഫർ ചെയ്യുക എന്നുള്ളത് ബട്ടറാണ്. ബട്ടർ വെച്ച് ഞാൻ ചെയ്യുന്നില്ല തൽക്കാലം, കാരണം ബട്ടർ എനിക്ക് ഇവരുടെ വീട്ടിൽ കാണത്തില്ല. പിന്നെ എനിക്ക് എണ്ണയിലാണ് കേട്ടോ ബെസ്റ്റായിട്ട് തോന്നിയത് തന്നെ. പിന്നെ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നെയിം സ്ലിപ്പൊക്കെ ഉള്ള ഒട്ടിച്ചിട്ട് വരുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത്, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. രണ്ടും സെയിമാണ്. നിങ്ങൾക്ക് ഇതാണ് കൂടുതലും പെട്ടെന്നൊക്കെ ഇളകി വരിക. അതിന് ശേഷം നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ അതിൽ ഇട്ടതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഓയിലൊന്നും നമുക്കിതിൽ ആവശ്യമില്ല, അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, ഇതുപോലെ നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ തിരിച്ചും മറിച്ചും എല്ലായിടത്തും നന്നായിട്ട് നമ്മൾ തേച്ചെടുക്കാനും ഓയിൽ ഇതിൽ അധികം നമുക്ക് വേണ്ടാത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് വേണം, സെലോ ടേപ്പാണ്. സെലോ ടേപ്പ് തന്നെ വേണം കേട്ടോ, വേറെ ഒരു ഇതൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ട്രാൻസ്പാരൻറ്റ് തന്നെ വേണം ഇതിന്. അതിനുശേഷം നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരിടത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അവിടെയാണ് കേട്ടോ, നടുക്കാണ്, കറക്റ്റ് സെൻറ്ററിലാണ് ഞാൻ ഒട്ടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ, ഇന്നടുത്തൊന്നുമില്ല. ഞാൻ ഇവിടെ വെറുതെ വെച്ചതാണ്, എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എഡ്ജ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കണം. ഒരു 3 ഒട്ടിച്ചപ്പോഴത്തേക്കുമാണ് എനിക്ക് തേന. പിന്നെ വലുതുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നല്ല വീതി ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും, ആ ചിത്രമൊക്കെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ നേരത്തെ എടുത്ത് കട്ട് ചെയ്ത് വെച്ച ആ ചിത്രം എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തും നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ, കാരണം അതിൻ്റെ പുറത്തും ഒട്ടിച്ചേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങളിങ്ങനെ ചെയ്യണത്, ഇത് രണ്ടും മെയിൻ സ്റ്റെപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വരച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ എനിക്കിത് ഭയങ്കര എളുപ്പമാണ്, പിന്നെ കാണാനും നല്ല ഭംഗി ഇതായിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോലെ ഫുള്ളും എക്സസ് ആയിട്ട് വരാത്ത രീതിയിലല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് അവിടെ വെച്ച് നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ,
ഇതുപോലെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. വേണമെങ്കിൽ സർക്കിളൊക്കെ കട്ട് ചെയ്യാം. പിന്നെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ഒട്ടിക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് അല്ലേ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ എന്തായാലും കാണാനൊന്നും കഴിയത്തില്ല. അപ്പോൾ കണ്ടോ, ഇതുപോലെ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ഫുള്ളും ആയിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ, എന്നാലുള്ള പ്രശ്നം നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മളുടെ അടുത്ത ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാനത് ഫുള്ളും കട്ട് ചെയ്തെടുത്തില്ല, ചെറിയൊരു ഇമേജായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതാകുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഭംഗി ഉണ്ടാവും ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. എനിക്ക് ആ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കൂടുതലും ഇഷ്ടമായത്. അതിന് ശേഷം ഞാൻ അതും അതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ നേരത്തെ ആലീസിൻ്റെ ആ ഒരു ഇമേജും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇനി ഞാൻ അവസാനത്തത് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ഞാൻ നേരത്തെ പോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ ആലീസിൻ്റെ ആ ഒരു പിക്ചർ ഒട്ടിച്ചിട്ടു. അതിന് ശേഷം ഞാൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇവിടെ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്തെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്സിലാണ്. അതിൽ ഞാൻ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അടുത്ത് ഞാൻ ഒരു ബട്ടർഫ്ലൈൻ്റെ ഇമേജാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചത് അത് ഇളകി വരുന്നത് കണ്ടോ, സ്മൂത്തായിട്ട് ഇളകി വരുന്നുണ്ട്. പക്ഷേ A4 സൈസ് പേപ്പറിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇളകി വരത്തില്ല. അപ്പോൾ ഇത് തന്നെ വേണം. പിന്നെ ബട്ടർ പേപ്പറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് തന്നെ. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. കണ്ടോ, നല്ലതായിട്ട് ഒട്ടുന്നുണ്ട്. കണ്ടോ, നമ്മൾ കറക്റ്റ് നമ്മൾ ഇവിടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെയാണ്. പക്ഷെ അത്ര കട്ട് ചെയ്യുന്നു കിട്ടില്ല, കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. കറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പെർഫെക്ഷൻ കിട്ടത്തില്ല. ബട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഇത് കിട്ടും. കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇഷ്ടമായിട്ട് തന്നെ ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ ബൈ.